ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസായിട്ടാണ് ചെയ്യണം. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പൊല്യൂഷൻ എടുക്കണം. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയറടിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിനെ ഉപയോഗിക്കാം. ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിനെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. 2 ബുഷുകളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കത് ഗ്രീസ് ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററി പോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2023 ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അതായത് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം മാക്സിമം വോൾട്ട് ഉണ്ട്, 12.80 ആ റേഞ്ച് വോൾട്ട് ഉണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാതെ. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ബാറ്ററി ഓക്കെയാണ്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ നല്ല ഓയിലാണ്, നല്ല ഓയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ സൈലൻസറിൻ്റെ ഗാർഡ് വെക്കാൻ പറഞ്ഞിട്ട് അതും കൂടി സെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ വേറെ ഒരു കംപ്ലയിൻറ്റ്, ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ടിന് 2 ഇൻഡിക്കേറ്റർ മാത്രമേ കാണുള്ളൂ, ബാക്കിലെ ഈ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നോക്കുമ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ എലി കടിച്ച് മുറിച്ചിരിക്കുകയാണ്. ഈ വയറിങ്ങൊക്കെ എലി കടിച്ച് മുറിച്ചിരിക്കുകയാണ്. അതിപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനൊന്നും ഇല്ല. അതുപോലെ ബാക്കിലെ ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള ലൈറ്റൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ അതെ ഫുള്ളായിട്ട് കടിച്ച് മുറിച്ചിരിക്കുകയാണ്, എലി കടിച്ച് മുറിച്ചിരിക്കുകയാണിത്. അപ്പോൾ ഇത് ടൈലൈറ്റ് അസംബ്ലി മാറ്റിക്കഴിഞ്ഞാലാണ് ആ ഇൻഡിക്കേറ്റർ ആ ബാക്കിലെ ബ്രേക്കൊക്കെ ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നു കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബാക്കിലെ ടൈലൈറ്റ് അസംബ്ലി ഒരു യൂണിറ്റ് മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്കത് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഫുൾ സെറ്റായിട്ടാണ് വരിക. അപ്പോൾ അത് മാറ്റേണ്ടി വരും ഈ ലൈറ്റൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഞാൻ ഈ ലൈറ്റ് ടൈലൈറ്റ് അസംബ്ലി മാറ്റി വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ്, അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പൊല്യൂഷൻ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ്, പൊല്യൂഷൻ എടുക്കണം, അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ.